ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 28. ജ്ഞാനികളുടെ ആരാധന. ബത്ലഹേം ഒരു കൂട്ടം കോഴിക്കുഞ്ഞുങ്ങളെ പോലെ വെളുത്ത ചെറുഭവനങ്ങളുടെ കൂട്ടം. നേരം വൈകിയതിനാൽ വഴിയിലാരുമില്ല. രാത്രിയാണെങ്കിലും പ്രകാശം കൂടിക്കൂടി വരുന്നു. അസാധാരണ വലിപ്പം തോന്നിക്കുന്ന ഒരു നക്ഷത്രം ആകാശത്തിലൂടെ മുന്നോട്ട് നീങ്ങുന്നു. മറ്റു നക്ഷത്രങ്ങളെല്ലാം മാറി മറിഞ്ഞ് അതിന് വഴിയുണ്ടാക്കി കൊടുക്കുന്നു. ഈ നക്ഷത്രം ഇന്ദ്രനീലക്കല്ലിൻ്റെ ഇളം നിറത്തിൽ വൃത്താകൃതിയിലുള്ളതാണ്. ഉള്ളിൽ അതിനെ പ്രകാശിപ്പിക്കുന്ന ഒരു സൂര്യനുള്ളതുപോലെ തോന്നുന്നു. അതിൻ്റെ പിന്നിലുള്ള പാത എല്ലാ തരത്തിലുമുള്ള രത്നങ്ങളെ പ്രസരിപ്പിക്കുന്നതായി തോന്നുന്നു. സ്വർണ്ണ നിറത്തിലുള്ള പുഷ്യരാഗങ്ങളും മരതകവും മേഘവർണ്ണത്തിൽ മിന്നിത്തിളങ്ങുന്ന കല്ലുകളും രക്തവർണ്ണമുള്ള മാണിക്യക്കല്ലുകളും വയലറ്റ് നിറമുള്ള രത്നങ്ങളും എല്ലാമുണ്ട്. തിരയടിക്കുന്നത് പോലെ ലോകത്തിലുള്ള രത്നങ്ങളെല്ലാം ആ വഴിത്താരയിലുണ്ട്. നക്ഷത്രഗോളത്തിൽ നിന്ന് പ്രസരിക്കുന്ന ഈ നീല നിറം ലോകത്തെ മുഴുവൻ വെള്ളി നീലിമയിലാഴ്ത്തുന്നു. സാധാരണ പട്ടണങ്ങളെക്കാൾ ചെറുതായ ബത്ലഹേം ഇപ്പോൾ വജ്രനിർമ്മിത നഗരമാണ്. നക്ഷത്രം ഒരു വീടിൻ്റെ മുകളിൽ വന്നു നിന്നു. ആ ചെറുവീട് ആകെ രൂപാന്തരപ്പെട്ടു. വെള്ളിക്കട്ട കൊണ്ടുണ്ടാക്കി വജ്രവും മുത്തും പൊടിച്ചു വാരി വിതറിയതുപോലെ. പ്രധാന വഴിയിൽ നിന്ന് ഒരു കുതിര സവാരി സംഘം അടുത്തു വരുന്നു. എല്ലാ ചമയങ്ങളും അണിയിച്ചിട്ടുള്ള കുതിരകളും ഒട്ടകങ്ങളും ചരക്ക് വഹിക്കുന്ന ഒട്ടകങ്ങളുമായി ഒരു സംഘം മൈതാനത്തിലെത്തിയപ്പോൾ എല്ലാവരും നിൽക്കുന്നു. നക്ഷത്രത്തിൻ്റെ പ്രഭയേറ്റപ്പോൾ അവയെല്ലാം നിറങ്ങളുടെ ഒരു പ്രളയം തന്നെയായിരുന്നു. സവാരിക്കാരുടെ കണ്ണുകൾ പ്രകാശിക്കുന്നു, കാരണം മറ്റൊരു മഹത്വം അവരുടെ ഉള്ളിൽ പ്രകാശിക്കുന്നുണ്ട്. സേവകന്മാർ മൃഗങ്ങളുമായി സത്രത്തിലേക്ക് പോകുമ്പോൾ ഒട്ടക സംഘത്തിലെ 3 യാത്രക്കാർ ആ വീട്ടിലേക്ക് നടക്കുന്നു. 3 പേരും സാഷ്ടാംഗം പ്രണമിച്ച് നിലത്ത് നെറ്റി തൊടുവിച്ച് ഭൂമിയെ ചുംബിക്കുന്നു. വളരെ വിലപിടിപ്പുള്ള വേഷവിധാനങ്ങളിൽ നിന്ന് അവർ വളരെ പ്രധാനപ്പെട്ടവരും ശക്തരുമാണെന്ന് മനസ്സിലാക്കുന്നു. അവരിൽ ഒട്ടകപ്പുറത്തു നിന്നിറങ്ങിയ ഏറ്റവും കറുത്ത പൊക്കമുള്ളയാൾ വളരെ മഹിമയുള്ള പുറംകുപ്പായമാണ് ധരിച്ചിരിക്കുന്നത്. ഇടക്കെട്ടിൽ വളരെ വിലപിടിപ്പുള്ള രത്നങ്ങൾ പതിച്ച പിടിയുള്ള ഒരു വാൾ തൂക്കിയിട്ടിരിക്കുന്നു. വളരെ തേജസ്സുള്ള 2 കുതിരകളുടെ പുറത്തു നിന്നിറങ്ങിയ 2 പേരിൽ ഒരാൾ വരകളുള്ള മഞ്ഞ നിറമുള്ള ഒരു രാജകീയ വസ്ത്രം ധരിച്ചിരിക്കുന്നു. പട്ടും ചരടും മറ്റും പിടിപ്പിച്ച വളരെ അലങ്കാര തുന്നലുള്ള ഒരു ഡോവിനോ ആണ് ധരിച്ചിരിക്കുന്നത്. സ്വർണം കൊണ്ടുള്ള ചിത്രവേലകൾ പോലെ അത് തോന്നുന്നു. മറ്റേയാൾ ഒരു സിൽക്ക് ഷർട്ടും ട്രൗസേഴ്സും ധരിച്ചിരിക്കുന്നു. ഒരു ഷാൾ പുതച്ചിട്ടുണ്ട്. ഒരു പൂന്തോട്ടമെന്ന് തോന്നത്തക്ക വിധം അത്രയധികം പൂക്കളുള്ള അംഗവസ്ത്രവുമുണ്ട്. വജ്രം പതിച്ച ഒരു തലപ്പാവുമുണ്ട്. രക്ഷകന്റെ ഭവനത്തെ താണുവണങ്ങിയ ശേഷം അവർ സത്രത്തിലേക്ക് പോയി. അടുത്ത ദിവസം പകൽ സമയത്ത് അവർ ഭൃത്യരിൽ ഒരാളെ ആ ചെറുഭവനത്തിൽ പറഞ്ഞയച്ച് അവരുടെ വരവ് അറിയിക്കുന്നു. കുറച്ചു സമയത്തിന് ശേഷം രാജാക്കന്മാർ 3 പേരും തലേ രാത്രിയിലേക്കാൾ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. തിളങ്ങുന്ന പട്ടുവസ്ത്രങ്ങൾ, തിളങ്ങുന്ന രത്നങ്ങൾ, തൂവലുകൾ വെച്ച തലപ്പാവുകൾ എല്ലാം ധരിച്ച് മഹിമയോടുകൂടി ഭവനത്തിലേക്ക് വരുന്നു. ഭൃത്യരിൽ ഒരാൾ വളരെ അലങ്കാര പണികളുള്ള ഒരു പണപ്പെട്ടി വഹിച്ചിരിക്കുന്നു. സ്വർണം കെട്ടിയ ഒരു പെട്ടി. രണ്ടാമത്തെ ഭൃത്യൻ ഒരു സ്വർണ്ണ കാസ എടുത്തിരിക്കുന്നു. കാസ മൂടിയിട്ടുണ്ട്. മൂടിയും തനി സ്വർണമാണ്, കൂടുതൽ മനോഹരവുമാണ്. മൂന്നാമത്തെ ഭൃത്യൻ വഹിച്ചിരിക്കുന്നത് പൊക്കം കുറഞ്ഞ് പരന്ന ഒരു പാത്രമാണ്. അതിൻ്റെ മൂടി പിരമിഡ് ആകൃതിയിലാണ്. അതിൻ്റെ ഉച്ചിയിൽ ഒരു വജ്രവും. സമ്മാനങ്ങൾ 3ഉം ഭാരമുള്ളവ തന്നെ. വിഷമിച്ചാണ് ഭൃത്യന്മാർ അതെടുത്തുകൊണ്ട് നടക്കുന്നത്. രാജാക്കന്മാർ നട കയറി വീട്ടിൽ പ്രവേശിക്കുന്നു. ശിശുവിനെ മടിയിൽ വെച്ചുകൊണ്ട് മേരി ഇരിക്കുകയാണ്. ജോസഫ് അടുത്ത് നിൽക്കുന്നു. പൂജകർ വരുന്നത് കണ്ടപ്പോൾ മേരി എഴുന്നേൽക്കുകയും തല കുനിച്ച് അവരെ വണങ്ങുകയും ചെയ്യുന്നു. വെള്ള നിറത്തിലുള്ള സാധാരണ വസ്ത്രം ധരിച്ചിട്ടുള്ള മേരി അതീവ സുന്ദരിയാണ്. പുഞ്ചിരിക്കുന്ന കണ്ണുകളോടെ ഒരഭിവാദനം. ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. പൂജകർ അത്ഭുത സ്തബ്ധരായി ഒരു നിമിഷം നിൽക്കുന്നു. അനന്തരം മുന്നോട്ട് വന്ന് അവളുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. മേരി അവരോട് ഇരിക്കാൻ ആവശ്യപ്പെടുന്നെങ്കിലും മുട്ടുകുത്തി ഉപ്പൂറ്റിയിൽ താങ്ങി ഇരിക്കുകയാണ്. ജ്ഞാനികളായ ആ 3 പേരും ശിശുവിനെ ധ്യാനിക്കുകയാണ്. ശിശുവിനിപ്പോൾ 9 മാസം പ്രായം കാണും. അമ്മയുടെ മടിയിലിരുന്ന് പുഞ്ചിരിക്കുന്നു.
അമ്മയെപ്പോലെ വെള്ള ഉടുപ്പും ചെരുപ്പും ധരിച്ചിരിക്കുന്നു. വെറും സാധാരണ രീതിയിലുള്ള ഒറ്റ ഉടുപ്പ്. ഏറ്റവും മനോഹരമായിരിക്കുന്നത് മുഖമാണ്. കടും നീല കണ്ണുകൾ തിളങ്ങുന്നു. ശിരസിൽ സ്വർണ്ണ പൊടി വാരി വിതറിയിരിക്കുന്നത് പോലെ തോന്നത്തക്ക വിധം മുടിച്ചുരുൾ അത്ര മാർദ്ദവമേറിയതും തിളങ്ങുന്നതുമാണ്. ജ്ഞാനികളിൽ പ്രായം കൂടിയ ആൾ എല്ലാവർക്കും വേണ്ടി സംസാരിക്കുന്നു. കഴിഞ്ഞ ഡിസംബർ മാസം രാത്രിയിൽ വളരെ പ്രകാശമുള്ള ഒരു പുതിയ നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് ഞങ്ങൾ കണ്ടു. ഗോളങ്ങൾ കാണിക്കുന്ന ചിത്രങ്ങളിലൊന്നും ഇങ്ങനെയൊരു നക്ഷത്രം കാണിക്കുന്നില്ല. ഞങ്ങൾ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഈ ജ്യോതിഷ് ചക്രം എന്തെന്ന് പഠിക്കുന്നതിന് ശ്രമിച്ചു. പഠിച്ചപ്പോൾ പുതിയ നക്ഷത്രത്തിൻ്റെ പേരും രഹസ്യവും പിടികിട്ടി. അതിൻ്റെ പേര് മിശിഹ. അതിൻ്റെ രഹസ്യം രക്ഷകൻ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. രക്ഷകനെ ആരാധിക്കുവാൻ ഞങ്ങൾ ഒരുങ്ങി പുറപ്പെട്ടു. ഞങ്ങൾക്ക് പരസ്പരം അറിഞ്ഞുകൂടായിരുന്നു. പർവ്വതനിരകൾ കയറിയിറങ്ങി, മരുഭൂമികൾ കടന്ന്, താഴ്വരകളും നദീതടങ്ങളും പിന്നിട്ട് രാത്രിയിൽ യാത്ര ചെയ്ത് ഞങ്ങൾ പലസ്തീനയിലേക്ക് നീങ്ങി. കാരണം നക്ഷത്രം ആ ദിക്കിലേക്കാണ് നീങ്ങിയിരുന്നത്. ഞങ്ങൾ ചാവുകടലിനിപ്പുറത്ത് വച്ച് ദൈവനിശ്ചയപ്രകാരം ഒരുമിച്ച് ചേർന്നു. അവിടെ മുതൽ ഒരുമിച്ച് യാത്ര ചെയ്തു. ഞങ്ങൾ ഓരോരുത്തരും പ്രത്യേകം ഭാഷയാണ് സംസാരിച്ചിരുന്നത്. നിത്യപിതാവിൻ്റെ ഒരത്ഭുതത്താൽ പരസ്പരം മനസ്സിലാക്കുവാനും 3 ഭാഷകളും സംസാരിക്കുവാനും കഴിഞ്ഞു. ഞങ്ങൾ ജെറുസലേമിലേക്കാണ് പിന്നീട് പോയത്. കാരണം രക്ഷകൻ ജെറുസലേമിലെ രാജാവാകുവാനുള്ളവനാണ്. പക്ഷേ അവിടെ വച്ച് നക്ഷത്രം അപ്രത്യക്ഷമായി. എന്നാൽ ഞങ്ങൾ ഹെറോദേസിന്റെ പക്കലേക്ക് പോയി ഏത് കൊട്ടാരത്തിലാണ് അവൻ പിറന്നിരിക്കുന്നതെന്ന് അന്വേഷിച്ചു. രാജാവ് പുരോഹിതന്മാരെയും നിയമജ്ഞരെയും വിളിച്ചുകൂട്ടി മിശിഹ എവിടെയായിരിക്കും ജനിക്കുക എന്നന്വേഷിച്ചു. ബത്ലഹേമിൽ എന്നവർ പറഞ്ഞു. അങ്ങനെ ബത്ലഹേമിലേക്ക് ഞങ്ങൾ വന്നു. വിശുദ്ധ നഗരം വിട്ടുകഴിഞ്ഞപ്പോൾ നക്ഷത്രം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ബത്ലഹേമിലെത്തുന്നതിന് തലേ രാത്രി ആ നക്ഷത്രം ആകാശം മുഴുവൻ പ്രഭ വിതറിക്കൊണ്ട് കത്തിജ്വലിക്കുന്നതായി കണ്ടു. ഈ വീടിൻ്റെ മുകളിൽ അത് നിശ്ചലമായി നിന്നു. ദിവ്യ ശിശു ഇവിടെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ ഞങ്ങൾ അവനെ ആരാധിക്കുന്നു. ഞങ്ങൾ കൊണ്ടുവന്ന കാഴ്ചകൾ അർപ്പിക്കുന്നു. ഇത്ര വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകിയ ദൈവത്തിന് നിരന്തരം നന്ദി പറയുന്നു. ദൈവപുത്രനെ മനുഷ്യ ശരീരത്തോടു കൂടി കാണുവാനിടയായ ഞങ്ങൾ അവനെ സ്നേഹിക്കുന്നതിൽ നിന്ന് ഒരു നാളും വിരമിക്കുകയില്ല. ഒരു രാജാവിന് യോജിച്ച സ്വർണം, ദൈവത്തിന് നൽകേണ്ട ധൂപാർച്ചനയ്ക്കുള്ള കുന്തിരിക്കം, ദൈവമെങ്കിലും മനുഷ്യപുത്രനുണ്ടാകുവാനിരിക്കുന്ന ദുഃഖാനുഭവങ്ങളെ സൂചിപ്പിക്കുന്ന മീറ എന്നിവ ഞങ്ങളിതാ കാഴ്ചവെക്കുന്നു. അമ്മേ, അങ്ങേ പുത്രൻ മനുഷ്യ ശരീരം ധരിച്ചിരിക്കുന്നതിനാൽ ശാരീരിക വേദനകളുടെ കയ്പും മരണവും അനുഭവിക്കും. പുത്രനോടുള്ള സ്നേഹത്താൽ നിറഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങൾ ഈ വാക്കുകൾ ഉച്ചരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ്റെ അരൂപിയെപ്പോലെ തന്നെ അവൻ്റെ ശരീരവും നിത്യമായിരുന്നെങ്കിൽ. എന്നാൽ സ്ത്രീയെ, ഞങ്ങളുടെ ഗ്രന്ഥങ്ങളും ഏറ്റവും അധികമായി ഞങ്ങളുടെ ആത്മാക്കളും സത്യമായവയാണെങ്കിൽ അവൻ ക്രിസ്തുവാണ്. തന്നിമിത്തം ലോകത്തെ രക്ഷിക്കുവാനായി ലോകത്തിൻ്റെ തിന്മ മുഴുവൻ അവൻ വഹിക്കേണ്ടതായി വരും. ആ തിന്മയിലൊന്ന് മരണമാകുന്ന ശിക്ഷയാണ്. ഈ മീറ ആ നാഴികയിലേക്കുള്ളതാണ്. അവൻ്റെ വിശുദ്ധമായ ശരീരം അഴുകാതിരിക്കട്ടെ. ഈ ദാനങ്ങൾ വഴി അവൻ ഞങ്ങളെ അനുസ്മരിക്കുകയും തൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശനം നൽകി തൻ്റെ ദാസരെ രക്ഷിക്കുകയും ചെയ്യട്ടെ. ഇപ്പോൾ ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അമ്മേ, അങ്ങേ പുത്രനെ ഞങ്ങളുടെ സ്നേഹത്തിന് ഏൽപ്പിച്ചു തരുമോ? ഞങ്ങൾ അവൻ്റെ തൃപ്പാദങ്ങൾ ചുംബിക്കുമ്പോൾ അവൻ്റെ സ്വർഗീയമായ അനുഗ്രഹം ഞങ്ങളിലേക്ക് താണിറങ്ങട്ടെ. ജ്ഞാനിയായ ആ രാജാവിൻ്റെ ദുഃഖസൂചകമായ വാക്കുകൾ കേട്ട മേരി അതെല്ലാം മറച്ച് പുഞ്ചിരി തൂകിക്കൊണ്ട് പുത്രനെ അവർക്ക് നൽകുന്നു. അവർ ഓരോരുത്തരും ഉണ്ണീശോയെ കരങ്ങളിലെടുത്ത് ചുംബിക്കുന്നു. മിശിഹായുടെ ചുംബനവും സ്വീകരിക്കുന്നു. ഈശോ പറയുന്നു, വിശ്വാസം നശിക്കുന്നു എന്ന് പറയുന്ന ആത്മാക്കളെ, നിങ്ങളോട് എന്താണ് ഞാൻ പറയേണ്ടത്? കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികളായ ആ മനുഷ്യർക്ക് സത്യത്തെ സ്വീകരിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് ജ്യോതിശാസ്ത്രമനുസരിച്ചുള്ള കണക്കുകൂട്ടലുകളും ആത്മാർത്ഥത നിറഞ്ഞ ഒരു ജീവിതത്തിൻ്റെ പരിചിന്തനങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും വിശ്വാസമുണ്ടായിരുന്നു. ശാസ്ത്രത്തിലും തങ്ങളുടെ മനസാക്ഷിയിലും ദൈവത്തിൻ്റെ നന്മയിലുമുള്ള വിശ്വാസം. യാത്രയുടെ അപകടങ്ങളെക്കുറിച്ചൊന്നും അവർ ചിന്തിച്ചില്ല. പരിചയമില്ലാത്ത നാടുകളിൽ ചാരന്മാരാണെന്ന് കരുതി അവരെ ജയിലിൽ അടയ്ക്കാം. അതൊന്നും ഭയപ്പെടാതെ ആത്മാർത്ഥത നിറഞ്ഞ ധൈര്യത്തോടെ അവർ ദൈവത്തോട് പറയുന്നു,
ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ ഹൃദയങ്ങൾ അറിയുന്നു, ലക്ഷ്യമെന്തെന്നും അറിയുന്നു. അങ്ങേ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. അവിടുത്തെ പുത്രനെ, ലോകരക്ഷയ്ക്കായി മനുഷ്യ ശരീരമെടുത്ത അവിടുത്തെ പുത്രനെ ആരാധിക്കുവാനുള്ള അതിമാനുഷിക സന്തോഷവും സൗഭാഗ്യവും ഞങ്ങൾക്ക് തരണമേ. അത്രമാത്രം. അനന്തരം ബത്ലഹേമിനെ ലക്ഷ്യമാക്കി അവർ യാത്ര തിരിക്കുന്നു. പിന്നെ അവർ ദൈവത്തിൻ്റെ കരങ്ങളിലായി. ഒരത്ഭുതത്താൽ ഒരു സ്ഥലത്ത് അവരെ ഒന്നിച്ചു ചേർക്കുന്നു. പിന്നെ ഒരത്ഭുതത്താൽ അവർക്ക് ഭാഷാവരവും നൽകുന്നു. പർദീസായിൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഒരു ഭാഷ, ഒരു മനസ്സ്, ഒരു ലക്ഷ്യം, ഒരു ദൈവം. അവർ ഏറ്റവും വിലയേറിയ വസ്ത്രം അണിഞ്ഞത് അവരുടെ പ്രതാപം കാണിക്കാനല്ല, രാജാക്കന്മാരുടെ രാജാവിനെ സ്വീകരിക്കാനാണ്. തിരുവോസ്തി വഹിക്കുന്ന അൾത്താരയിലേക്ക് പോകുവാനാണ്. പുത്രനെ വഹിക്കുന്ന കന്യകയുടെ സന്നിധിയിലേക്ക് പോകുവാനാണ്. നിങ്ങൾ എങ്ങനെയാണ് അതേ രക്ഷകനെ സ്വീകരിക്കുവാൻ അൾത്താരയിലേക്ക് പോകുന്നത്? ഈശോയുടെ മാതാപിതാക്കൾക്കോ കാഴ്ച അർപ്പിച്ച പൂജകർക്കോ അറിഞ്ഞുകൂടാ ഈ സമ്മാനങ്ങൾ താമസിയാതെ നടക്കാൻ പോകുന്ന ഒളിച്ചോട്ടത്തിനും വിദേശവാസത്തിനും വേണ്ടിയാണെന്ന്.